മച്ചാന്മാരെ കളിക്ക് കണ്ടു. അങ്ങനെ ഗൈസ് 27-ാം തീയതിയാണ് സിനിമ വേൾഡ് വൈഡ് എത്തിയത്, തിയേറ്ററിലേക്ക് എത്തിയത്. പക്ഷെ ഞാൻ 28-ാം തീയതിയാണ് കണ്ടത്. കുറച്ച് പ്രോബ്ലം കാരണമാണ്, പിന്നെ സൗണ്ടിനൊരു ചെറിയ ഇഷ്യൂ കാരണമായിട്ടാണ് വീഡിയോ ചെയ്യാൻ വൈകിയത്. എനിവേ സിനിമ ഗൈസ് ഇത് ഞാൻ റിവ്യൂ ചെയ്തിട്ടില്ലെങ്കിൽ പിന്നെ ഞാൻ ഈ ചാനൽ തുടങ്ങിയിട്ട് കാര്യമില്ല എന്ന് വേണമെങ്കിൽ പറയാം. ഈ സിനിമ കണ്ടതിൽ എനിക്ക് റിവ്യൂ ഇടാൻ പറ്റുന്ന ഒരു ഏറ്റവും കൂടുതൽ വെയിറ്റ് ചെയ്തൊരു മൂവിയാണ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ട്രീസറും ട്രെയിലറൊക്കെ റിയേഷൻ ചെയ്യുമ്പോൾ. ഗൈസ് പ്രഭാസിൻ്റെ ഒരു എന്താ പറയുക, ബാഹുബലിക്ക് ശേഷം ഒരു പോസിറ്റീവ് റെസ്പോൺസ് വന്നിട്ടുള്ള സിനിമ വന്നിട്ടില്ല. മീൻസ് ഫുൾ പോസിറ്റീവായിട്ട് ഹൈ പോസിറ്റീവ് വന്നിട്ടില്ല. പക്ഷേ എന്താ പറയുക, സഹോയായാലും ആദിപുരുഷായാലും അതിൻ്റെയൊക്കെ ക്ഷീണം തീർത്തുകൊണ്ട് ഇപ്പോൾ ഏകദേശം പറഞ്ഞാൽ സലാറ് പിന്നെ ഓക്കെയാണ്, മിക്സ്ഡ് റിവ്യൂസ് ആണ്. പക്ഷേ OTT വന്നപ്പോൾ അതിനും നല്ല റെസ്പോൺസ് കയറിയിട്ടുണ്ട്. അപ്പോൾ സലാറും ഓക്കെയാണ്. പക്ഷെ ഇത് അതിനും വെച്ച് വലിയൊരു തിരിച്ചുവരവാണെന്ന്, ഇതാണ് കംബാക്ക് എന്ന് കാണിച്ചു കൊടുത്ത ഒരു സിനിമയാണ് ഗൈസ് കൽക്കി. പ്രഭാസിൻ്റെ ഇതാണ് ഒരു കംബാക്ക് ഗൈസ്. സിനിമ വേറെ റേഞ്ചാണ്. കാരണം പറഞ്ഞാൽ അത് തിയേറ്റർ എക്സ്പീരിയൻസ് വേറെ റേഞ്ചായിരുന്നു. ഞാൻ ശരിക്കും ഫസ്റ്റ് ഹാഫിനേക്കാളും എനിക്ക് സെക്കൻഡ് ഹാഫാണ് ഇഷ്ടപ്പെട്ടത്. ഫസ്റ്റ് ഹാഫ് പറഞ്ഞാൽ സ്റ്റോറി നരേഷൻ ചെയ്തുകൊണ്ടിരുന്നു. എന്താ പറയുക, പഴയകാലം എന്താ പറയുക, പഴയകാലം പറഞ്ഞാൽ മഹാഭാരതം ആ ടച്ചിലാണ് സിനിമ സ്റ്റാർട്ട് ചെയ്യുന്നത്. കുറേ ഇൻജുറിയൻസ് സീൻസൊക്കെ കാണുന്നുണ്ട്. പിന്നെ സ്റ്റോറി നരേഷനായ കാരണം അങ്ങനെ ലാഗൊന്നും ഫീൽ ചെയ്യില്ല. ലാഗ് ഫീൽ ചെയ്യാതിരിക്കാൻ വേണ്ടി അതിനോടൊപ്പം തന്നെ മ്യൂസിക്കും കാര്യങ്ങളും അതിനോടൊപ്പം തന്നെ വിഷ്വൽസും കൊണ്ട് നിൽക്കുമ്പോൾ, വിഷ്വൽസും അവിടെ തന്നെ ആഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ തന്നെ പിടിച്ചിരിക്കുന്ന, നമ്മൾ ശരി ഓക്കെയാണ് നമ്മൾ ഇരുന്ന് പോകുന്ന ഒരു സീനുണ്ട്. അതുപോലെ തന്നെ സിനിമയിൽ ഗൈസ് എന്താ പറയുക, തമിഴിൽ നിന്ന് നമ്മുടെ കമൽ സാറിനെയും ഇറക്കി, മലയാളത്തിൽ നിന്ന് ദുൽഖറിനെയും, തെലുങ്കിൽ നിന്ന് പ്രഭാസിനെയും, ഹിന്ദിയിൽ നിന്ന് നമ്മുടെ അമിതാഭ് ബച്ചനെയും ഇറക്കിയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ എന്താ പറയുക, തിയേറ്റർ എക്സ്പീരിയൻസ് പൊളിച്ചടിക്കൊരു സിനിമയാണെങ്കിൽ പറയാം. അത്രയും ദ മോസ്റ്റ് വാച്ചാണ് തിയേറ്റർ എക്സ്പീരിയൻസ്. പിന്നെ ഗൈസ് ഇതിൽ സിനിമൻ്റെ ഫുൾ എഫേർട്ട് നമ്മുടെ ഈ ഡയറക്ടറാണ്, നാദർശനാണ്. ഒന്നും പറയാനില്ല മച്ചാനെ. തീ ഐറ്റം പറഞ്ഞാൽ തീ ഐറ്റം, വേറെ റേഞ്ച് പറഞ്ഞാൽ വേറെ റേഞ്ച്. ഒരു ക്ലാസ് ഞാൻ സത്യം പറയട്ടെ, ആ തിയേറ്റർ എക്സ്പീരിയൻസ് ഇല്ലേ, ഇതെന്താണ് ഈ ഒരു സ്ക്രിപ്റ്റിൽ തന്നെ ഈ ഒരു തിരക്കഥയും കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കുന്നത്. ഈ ഒരു ഡയറക്റ്റ് ചെയ്ത ആ മനുഷ്യൻ്റെ ഫുൾ എഫേർട്ടും ആ സിനിമയിലുണ്ട്. പിന്നെ ഗൈസ് വി എഫ് എക്സ് ഒരു ജാതി സാധനം പറഞ്ഞാൽ ബോളിവുഡ് ഇപ്പോൾ ഏകദേശം പറഞ്ഞാൽ എന്താണ് അവഞ്ചേഴ്സ് ആയാലും മറ്റേ ഏകദേശം പറഞ്ഞാൽ പിന്നെ ഫാസ്റ്റ് ആൻഡ് ഫ്യൂരിയസ് ആയാലും ഒരുപാട് സിനിമയിൽ നമുക്ക് മാച്ച് ചെയ്യുന്ന രീതിയിലൊക്കെ ഉണ്ട്, സീൻസൊക്കെ ഉണ്ട്. പക്ഷെ അതിനോടൊപ്പം തന്നെ ബോളിവുഡ് ലെവലിൽ നിന്ന് ബോളിവുഡ് സിനിമയെ പിടിച്ച് കുലിക്കാൻ പോയ ഒരു കൽക്കി, മീൻസ് ഇന്ത്യൻ സിനിമയുടെ ഒരു മൂവിയാണ് ഗൈസ് കൽക്കി. അതിനോടൊപ്പം പിടിച്ച് നിൽക്കുന്ന ഒരു സിനിമയാണ് ഗൈസ്. നമുക്ക് അഭിമാനിക്കാം. കാരണം ഇന്ത്യൻ സിനിമ എത്രത്തോളം എന്താ പറയുക മാർക്കറ്റ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. കാരണം പറഞ്ഞാൽ 600 കോടി ബഡ്ജറ്റ് ഉണ്ട്. 600 കോടി ബഡ്ജറ്റ് വരാൻ എന്താണ് കാരണം പറഞ്ഞാൽ സിനിമ കണ്ടാൽ മനസ്സിലാവും. ഈ കൽക്കി എന്ന മൂവി കണ്ടാൽ മനസ്സിലാവും. അത്രയും വലിയൊരു താരനിര ഈ മൂവിക്കുണ്ട്. മലയാളത്തിൽ നിന്ന് ശോഭന മാം ഉണ്ട്. അവിടെ തന്നെ ജസ്റ്റിൻ്റെ ക്യാമിയ റോളായിട്ട് കുറേ ക്യാമിയ റോൾസ് വന്നിട്ടുണ്ട്. പിന്നെ സർപ്രൈസ് ആയിട്ട് കുറച്ച് അവന്മാർ വരുന്നുണ്ട്, അതും അടിപൊളിയായിട്ടുണ്ട്. ഒരു വലിയൊരു താരനിര വേണമെങ്കിൽ പറയാം. ഇഷ്ടം പോലെ മൾട്ടി സ്റ്റാർ ഇൻ ബോളിവുഡ്. മലയാള സിനിമയായിട്ട് നമ്മൾ എന്താ പറയുക, മലയാള സിനിമയായാലും അതുപോലെ തന്നെ തെലുങ്കായാലും ഹിന്ദി ആയാലും എല്ലാം നമ്മൾ കാണുന്നതാണ്. പക്ഷേ ഇത് എല്ലാ ആക്ടേഴ്സിനും എല്ലാ രീതിയിലും എല്ലാ ലാംഗ്വേജിൽ നിന്നും എടുത്ത് ഒരു മൾട്ടി സ്റ്റാർ ചിത്രം, അതാണ് ഈ കൽക്കി എന്ന മൂവി. പിന്നെ ഇതിലെ വിഷ്വൽസും ഒരു ഗംഭീര വിഷ്വൽസും മ്യൂസിക് കാര്യങ്ങളെല്ലാം സെറ്റാണ്. തെറ്റൊന്നും പറയാനില്ല. അത്രയും വൈബ് ആയിട്ടാണ് നമ്മൾ പിടിച്ച് നിർത്തുന്ന ഓരോ സീൻസും ഉണ്ട്. പിന്നെ ഗൈസ് 82 വയസ്സാണ് നമ്മുടെ അമിതാഭ് ബച്ചന്. 82 വയസ്സിന് ഈ പുള്ളി ഈ സിനിമയിൽ എന്തൊക്കെ കാട്ടി വെച്ചിട്ടുണ്ടെന്ന് നമുക്ക് ആ സിനിമ കണ്ടാൽ മനസ്സിലാവും. 82 വയസ്സാണെന്ന് നമുക്ക് തോന്നും കൂടിയില്ല ആ മനുഷ്യൻ ചെയ്തിട്ടുള്ളത്. പിന്നെ ഗൈസ് ഇതിലൊരു യങ്ങായിട്ട് അമിതാഭ് ബച്ചൻ വരുന്നുണ്ട്. യങ്ങായിട്ട് വരുമ്പോൾ എനിക്ക് ചെറുതായിട്ട് എനിക്ക് എന്തോ പോലെ തോന്നിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഓക്കെ ആ രീതിയിൽ. കാരണം പറഞ്ഞാൽ പഴയ കാലം പുതിയ കാലം ഉണ്ട് കാണിക്കുന്നുണ്ട്. ഒരു 600 കാലം മുമ്പും 600 കാലത്തിന് ശേഷവും കാണിക്കുന്നുണ്ട്. ആ രീതിയിലാകുമ്പോൾ ഓക്കെ ആ രീതിയിൽ. പിന്നെ അതുപോലെ തന്നെ വിഷ്വൽസ് കൊണ്ട് ആറാടിക്കൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ ഗൈസ് അവസാനം ഒരു 32 മിനിറ്റിൽ 31 മിനിറ്റ് നിങ്ങളെ അവിടെ പിടിച്ചിരിച്ച് ഇങ്ങനെ എന്താ പറയുക ഗൈസ്, തിയേറ്ററൊക്കെ ഇങ്ങനെ പുല്ലിങ്ങ പറയില്ലേ, ആ ഒരു ലെവലിലാണ്. ഈ കയ്യിലൊക്കെ രോമാഞ്ചിപ്പിക്കുന്ന ഓരോ സീൻസ് ഉണ്ട്. ഇങ്ങനെ രോമൊക്കെ പൊങ്ങി വരുന്ന ഓരോ സീൻസ് ഉണ്ട്. ഒരു 30-31 മിനിറ്റിൽ അവസാനം അതൊരു തീ പാറുന്ന ഒരു ഐറ്റം തന്നെയാണെന്ന് വേണമെങ്കിൽ പറയാനുണ്ടാവും. അത്രയും ഒരു ഹെവി പോസിറ്റീവ് സിനിമ
തന്നെ എനിക്ക് ഫുൾ പോസിറ്റീവായിട്ട് ഞാൻ പറയുന്നുള്ളൂ. എനിക്ക് നെഗറ്റീവ് ഷെയ്ഡായിട്ടൊന്നും പറയാനില്ല. പിന്നെ നെഗറ്റീവായിട്ട് പറയാനുള്ളത് പറഞ്ഞാൽ ജസ്റ്റ് ചെറിയ നെഗറ്റീവാണ് കാരണം പറയുന്നില്ല, കുറച്ചും കൂടി ഇൻട്രൊഡക്ഷൻസും ബിൽഡപ്പും നല്ല ഇൻട്രൊഡക്ഷൻസൊക്കെ സെറ്റാക്കി കൊടുത്തിട്ടൊന്ന് ഇറക്കാമെന്ന് തോന്നിയിട്ടായിരുന്നു. എല്ലാ ക്യാരക്ടേഴ്സും ഓക്കെയാണ്, പക്ഷേ വിജയ് ദേവരകൊണ്ടയാലും ദുൽഖറായാലും കുറച്ചും കൂടിയൊക്കെ നമ്മൾ ഓരോ ലാംഗ്വേജിൽ നിന്ന് ഓരോ ആക്ടേഴ്സിനെ വലുതായിട്ട് എടുത്തിരിക്കില്ല. അപ്പോൾ കുറച്ചും കൂടി ഒന്ന് പഞ്ച് കൊടുക്കാമെന്ന് തോന്നിയിട്ടായിരുന്നു. പിന്നെ അത് മാത്രമേ പറയാനുള്ളൂ. പിന്നെ ഒരു റിക്വസ്റ്റ് ഉണ്ട്, വേറൊന്നുമല്ല, OTT ഇപ്പോൾ മൊബൈലിലോ കമ്പ്യൂട്ടറിലോ ലാപ്ടോപ്പിലോ ഒന്നിലും കാണാൻ നിൽക്കരുത് നിങ്ങൾ. OTTയിൽ ഇറങ്ങട്ടെ പറഞ്ഞിട്ടൊന്നും വെയിറ്റ് ചെയ്തിട്ടാണ്, തിയേറ്ററിൽ തന്നെ പോയി കാണാം. എന്തായാലും തിയേറ്റർ എക്സ്പീരിയൻസ് സിനിമയാണ്. നിങ്ങൾക്ക് OTT വന്ന് കണ്ടാൽ നിങ്ങൾക്കിത് അയ്യോ ഇത് എന്ത് സിനിമയാണ്, അത് ഓക്കെയാണ്, ആ ഒരു എന്താ പറയുക, ഒരു കൊച്ചു TV കാണുന്ന ഒരു ഡോറ ബുജിൻ്റെ ആ സീൻ പോലെയൊക്കെ തോന്നുള്ളൂ ഫോണിലും മൊബൈലൊക്കെ കണ്ടാൽ. നിങ്ങളിത് തിയേറ്റർ എക്സ്പീരിയൻസ് സിനിമയാണ്. തിയേറ്റർ എക്സ്പീരിയൻസ് തന്നെ തിയേറ്ററിൽ തന്നെ പോയി കാണുമ്പോഴാണ് നിങ്ങൾക്ക് ഈ സിനിമ ഇഷ്ടപ്പെടുകയുള്ളൂ. അല്ലാതെ എന്താ പറയുക, ഫോണിലോ ലാപ്ടോപ്പിലോ കമ്പ്യൂട്ടറിലോ ഒന്നും കണ്ടിട്ട് നിങ്ങൾക്ക് സാറ്റിസ്ഫൈഡ് ആയില്ല നിങ്ങൾ. അപ്പോൾ തിയേറ്ററിൽ തന്നെ പോയി കാണാം. മസ്റ്റ് വാച്ച് ഓൺ തിയേറ്റർ ഗൈസ്. എനിക്ക് ഗൈസ് ഇതുപോലത്തെ നല്ല മൂവിയായിട്ടും റിവ്യൂ ആയിട്ട് നമ്മൾ വരാം. ടീസറോ ട്രെയിലറോ റിയേഷനൊക്കെ ചെയ്യാനായിട്ട് വീഡിയോ വരുന്നുണ്ട്. അപ്പോൾ ഗൈസ് ഇനിയും ഇഷ്ടംപോലെ സിനിമ വരുന്നുണ്ട്. ഇനി അടുത്ത മാസം ഇന്ത്യൻ 2 ഒക്കെ വരുന്നുണ്ട്. എന്തായാലും കണ്ടിട്ട് നമ്മൾ റിവ്യൂ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എനിക്ക് ഈ മൂവി ഞാൻ സാറ്റിസ്ഫൈഡ് ആണ്. കൊടുത്ത കാശിന് നമ്മളെ ഓക്കെ ആക്കും. തിയേറ്ററിൽ തന്നെ പോയി കാണാം. നിങ്ങൾ കാണാത്തവർ തിയേറ്ററിൽ തന്നെ പോയി കാണാം. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഗൈസ് പ്രഭാസിൻ്റെ ഫാനാണെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലത്തെ പുതിയൊരു എപ്പിസോഡിൽ കണ്ടുപിടിക്കാം. അഭിജിത്ത് സാനിങ് ഔട്ട്.